പ്രൈസ് ദ ലോർഡ്. പ്രിയ ഗീവറീസ് അപ്പച്ചൻ്റെ അന്ത്യശുശ്രൂഷകളുള്ള ബന്ധത്തിൽ ഭോപ്പാലിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ വന്ദനങ്ങൾ ഞാൻ അറിയിക്കുന്നു. ഈ സമയത്ത് ഞാനിവിടെ ഉണ്ടായിരിക്കണം തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം. എന്നാൽ എൻ്റെ ആരോഗ്യപരമായ വിഷയങ്ങളാൽ എനിക്ക് ഇപ്പോൾ കടന്നു വരുവാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ്. നിങ്ങളിൽ പലരും അറിയുന്നത് പോലെ ജനുവരി മാസത്തിൽ ഞാൻ വീണ്ടും ഒരു കാർഡിയാക് പ്രൊസീജിയറിന് വിധേയനാകേണ്ടി വന്നു. എൻ്റെ ഒരു സ്റ്റെൻ്റ് അടഞ്ഞു പോയത് വീണ്ടും ഒരു തുറക്കുകയും പുതുതായിട്ട് വീണ്ടും ഒരു സ്റ്റെൻ്റ് കൂടെ ഇടുകയും ചെയ്യേണ്ടതായിട്ട് വന്നു. എന്നാൽ അതിന് ശേഷം ഞാൻ പ്രസംഗിക്കുമ്പോഴൊക്കെയും പ്രസംഗിച്ച് തീരുമ്പോഴേക്ക് വളരെ ടയേർഡാകുന്നതായിട്ടുള്ള ഒരു അനുഭവം പല ആഴ്ചകൾ തുടർച്ചയായിട്ടുണ്ടായി. ആ കാര്യം എൻ്റെ കാർഡിയോളജിസ്റ്റിനോട് ഞാൻ സംസാരിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ മസിലുകളെ കുറെ കൂടെ ശക്തമാക്കുന്ന കാർഡിയാക് റീഹാബിന് വേണ്ടി 3 മാസം തുടർമാനമായിട്ട് പോകണം എന്ന് താൻ എന്നോട് ആവശ്യപ്പെട്ടു. ആഴ്ചയിൽ 3 പ്രാവശ്യം വീതം 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് അത് ചെയ്യണമെന്നും അതിനിടയ്ക്ക് ഇന്ത്യയിലേക്കൊന്നും യാത്ര ചെയ്യില്ലെന്നും അന്നേ തുടക്കത്തിലെ താൻ എന്നോട് പറഞ്ഞിരുന്നു. അതിനിടയിലാണല്ലോ അപ്പച്ചൻ്റെ ഈ ദേഹവിയോഗത്തിൻ്റെ വാർത്ത അറിയുവാൻ കൊണ്ട് ഇടയായിട്ട് തീർന്നത്. എങ്കിലും എനിക്ക് കടന്നു വരണമെന്ന് വളരെ ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ എൻ്റെ കാർഡിയോളജിസ്റ്റിനോട് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ യാതൊരു കാരണവശാലും മൾട്ടിപ്പിൾ സെഷൻസ് മിസ് ചെയ്തിട്ട് അതിനുവേണ്ടി കടന്നു പോകരുത് എന്ന് വളരെ നിർബന്ധമായിട്ട് തന്നോട് പറയുവാൻ കൊണ്ട് ഇടയായിട്ട് തീർന്നു. ഞാൻ ഒരാഴ്ചത്തേക്ക് കടന്നു വന്നാൽ തന്നെ മിനിമം 4 സെഷൻസ് എനിക്ക് മിസ്സാകേണ്ടി വരും. അത് പാടില്ല എന്ന് താൻ നിർബന്ധമായിട്ട് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ കടന്നു വരാഞ്ഞത്. എൻ്റെ മനസ്സ് ഇപ്പോഴും അവിടെ നിങ്ങളോടൊപ്പം ഉണ്ട്. ഈ ശുശ്രൂഷകളെല്ലാം വളരെ ഭംഗിയായി നടക്കട്ടെ. ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തിമ യാത്രയെ പ്രിയാപ്പച്ചൻ നൽകുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയ ഗീവറീസ് അപ്പച്ചനെ 1994 മുതൽ എനിക്കറിയാം. 94 ഞാൻ ആദ്യമായിട്ട് IPC MB സ്റ്റേറ്റിൻ്റെ 1ാമത്തെ സ്റ്റേറ്റ് കൺവെൻഷനിൽ പ്രാസംഗികനായിട്ട് ഭോപ്പാലിൽ വരുന്നത്. അന്നാണ് തന്നെ ആദ്യമായിട്ട് കാണുന്നതും പരിചയപ്പെടുന്നതും. ചില വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ മകൾ ജോളിയും സാം ബ്രദറും അവരുടെ കുഞ്ഞുങ്ങളുമായിട്ട് കുവൈറ്റിൽ നിന്നും അമേരിക്കയിൽ കടന്നു വന്നപ്പോൾ ന്യൂയോർക്കിൽ ഞങ്ങളോടൊപ്പമാണ് പല വർഷങ്ങൾ ആരാധിച്ചത്. അങ്ങനെ കുടുംബമായിട്ട് കൂടുതൽ അടുക്കുവാനും കുടുംബത്തിലെ മറ്റംഗങ്ങളെ പരിചയപ്പെടുവാനും ഒക്കെ ഇടയായിട്ട് തീർന്നു. അതിനുശേഷം MB സ്റ്റേറ്റിൻ്റെ പ്രസിഡന്റ് സ്ഥാനം ഞാൻ ഏറ്റെടുക്കുവാൻ മുഖാന്തരമായി തീർന്നതും പ്രിയ ഗീവറീസ് അപ്പച്ചൻ്റെ താല്പര്യപ്രകാരമാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ശ്രീ EM സക്കറിയ IPCയുടെ ജനറൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്ത് കേരളത്തിലേക്ക് കടന്നുപോയപ്പോൾ MB സ്റ്റേറ്റിൻ്റെ പ്രസിഡന്റ് സ്ഥാനം നൽകിയത് പാസ്റ്റർ CE ഗീവറീസിനായിരുന്നു. എന്നാൽ അദ്ദേഹമാണ് സ്റ്റേറ്റ് കൗൺസിൽ അംഗങ്ങളോട് തനിക്ക് ആ സ്ഥാനത്ത് തുടരുവാൻ താല്പര്യമില്ലെന്നും എന്നെ സമീപിച്ച് എന്നോട് കടന്നു വന്ന് ആ സ്ഥാനം ഏറ്റെടുക്കണം എന്ന് റിക്വസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടത്. അങ്ങനെ ആ സ്റ്റേറ്റിൻ്റെ കൗൺസിൽ അംഗങ്ങൾ കടന്നു വന്നതിനോട് നേരിട്ട് സംസാരിച്ചനുസരിച്ചാണ് ഞാൻ കടന്നു വരുവാനും സ്റ്റേറ്റിൻ്റെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുവാനും എന്തൊക്കെയാണ് ഇടയായിട്ട് തീർന്നത്. അപ്പോൾ അങ്ങനെ കടന്നു വന്ന നാൾ മുതൽ ഈ കഴിഞ്ഞ 16 വർഷക്കാലവും ഈ ഗീവറീസ് അപ്പച്ചൻ്റെ ഫാമിലിയുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുവാൻ തക്കവണ്ണം ഇടയായിട്ടുണ്ട്. അതുമാത്രമല്ല, ഞാൻ ഭോപ്പാലിൽ കടന്നു വന്നിട്ടുള്ള സമയങ്ങളിൽ വളരെ ചുരുക്കം സമയങ്ങളിൽ മാത്രമേ അപ്പച്ചനെയും അമ്മച്ചിയും കാണാതെ തിരിച്ചു വരേണ്ടതായിട്ട് വന്നിട്ടുള്ളൂ. ഈ ഫെബ്രുവരിയിലാണ് ഞാൻ ഒടുവിലായിട്ട് ഭോപ്പാലിൽ കടന്നു വന്നത്. അന്നേരവും അപ്പച്ചനെയും അമ്മച്ചിയെയും പോയി കാണുകയും അവരോട് അല്പസമയം ചെലവഴിക്കുകയും അവർക്ക് അപ്പച്ചന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിട്ടാണ് ഞാൻ കടന്നു പോകുന്നത്. അന്ന് ഇത്രയും വേഗം താൻ നിത്യത്തിലേക്ക് ചേർക്കപ്പെടും എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലില്ലായിരുന്നു. എന്നാൽ ദൈവം തൻ്റെ സമയമായപ്പോൾ തന്നെ വിളിച്ച് തൻ്റെ നിത്യഭവനത്തിലേക്ക് ചേർത്തിരിക്കുകയാണല്ലോ. അതിൽ നമ്മൾക്ക് സന്തോഷമേ ഉള്ളൂ. നമുക്ക് മാനുഷികമായ രീതിയിൽ ദേഹവിയോഗം എപ്പോഴും ദുഃഖം ഉണ്ടാക്കുന്നതാണെങ്കിലും ദൈവമക്കൾ എന്നുള്ള രീതിയിൽ നമുക്കതിൽ സന്തോഷമേ ഉള്ളൂ. കാരണം ഒരായുഷ്കാലം മുഴുവൻ കാണാതെ വിശ്വസിച്ചുകൊണ്ട് ഏത് കർത്താവിനെ താൻ ആരാധിച്ചോ ആ കർത്താവിനെ ഇപ്പോൾ താൻ നേരിൽ കണ്ടുകൊണ്ട് ആരാധിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. എത്ര മഹത്തായ പദവിയാണത്. വിട്ടുപിരിഞ്ഞാൽ നമ്മൾ കർത്താവിനോട് കൂടിയാണ് എന്ന് ദൈവത്തിന് അസന്ദിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുന്നു. അതുകൊണ്ട് തൻ്റെ ദേഹം ഇവിടെ ഇപ്പോഴും ഉണ്ടെങ്കിലും അല്പസമയം കഴിയുമ്പോൾ നമ്മൾ തൻ്റെ ദേഹത്തെ ഈ മണ്ണിന് വിട്ടുകൊടുക്കുമെങ്കിലും തൻ്റെ ദേഹി തൻ്റെ ദേഹത്തെ വിട്ടുപിരിഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിലെത്തി കർത്താവിൻ്റെ പൊന്മുഖം കണ്ട് സന്തോഷിക്കുന്ന അവസ്ഥയിലാണ്. അത് ഓർക്കുമ്പോൾ നമുക്ക് അപ്പച്ചനെ കുറിച്ച് ദുഃഖിക്കേണ്ട ആവശ്യമില്ല.
നീതിമാൻ്റെ ഓർമ്മ അനുഗ്രഹിക്കപ്പെട്ടത് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട അനേക ഓർമ്മകളെ പിന്നിൽ അവശേഷിപ്പിച്ചിട്ടാണ് പ്രിയ അപ്പച്ചൻ കടന്നുപോയത്. ഒരു സുവിശേഷകനായിട്ട് വടക്കേ ഇന്ത്യയിലേക്ക് താൻ കടന്നു വന്നു. എങ്കിലും അവിടുത്തെ ജീവിത സാഹചര്യങ്ങളോടുള്ള ബന്ധത്തിൽ താൻ BHELL ജോലി എടുത്ത് ആ ജോലിയോടുകൂടെ സുവിശേഷ വേല ഒരു ആയുഷ്കാലം മുഴുവൻ ചെയ്തു എന്ന് നമുക്കറിയാമല്ലോ. കർത്താവിന് വേണ്ടി നന്നായി അധ്വാനിച്ച, കർത്താവിനെ നന്നായി സേവിച്ച, സഭാശുശ്രൂഷകനായിരുന്ന അനേക ദൈവമക്കളെ ആത്മീയമായി പരിപാലിച്ച, MP സ്റ്റേറ്റിൻ്റെ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുത്ത, മക്കളെയും കൊച്ചുമക്കളെയും എല്ലാം ദൈവത്തിൻ്റെ വഴിയിൽ വളർത്തിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസനാണ് നമ്മളെ വിട്ട് ഇപ്പോൾ ദൈവസനിലേക്ക് പോയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ, അനുഗ്രഹിക്കപ്പെട്ട ഓർമ്മകൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സുകളിൽ ചിരകാലം പ്രതിഷ്ഠിക്കപ്പെടുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മളാരും ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വച്ചിരിക്കുന്നവരല്ല. പൗലോസ് നമ്മളോട് പറഞ്ഞത് ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വച്ചിരിക്കുന്നവരാണെങ്കിൽ നമ്മളെപ്പോലെ അരിഷ്ടരായ മനുഷ്യർ വേറെ ഇല്ല എന്നാണല്ലോ. എന്നാൽ നമ്മളങ്ങനെയുള്ളവരല്ല. കാരണം നിത്യത നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഉണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച്, വിശ്വാസ സ്നാനം സ്വീകരിച്ച്, ദൈവമക്കളായിട്ട് ജീവിച്ച്, ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവരായിട്ട് ഇന്നും ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്ത് അന്യരും പരദേശികളും എന്ന് സ്വയം ഏറ്റുപറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരു വർഗമാണ് നമ്മൾ, ഒരു ജനതയാണ് നമ്മൾ. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു എന്ന് ദൈവത്തിനാണ് നമ്മളോട് പറയുന്നു. കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ പോകുന്നതിന് മുമ്പ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കാൻ പോകുന്നു. ഞാൻ പോയി ആ സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് വീണ്ടും വന്ന് നിങ്ങളെ എൻ്റെ അരികിൽ ചേർത്തുകൊള്ളാം. ഒടുവിലായിട്ട് കർത്താവ് ആരോഹണം ചെയ്ത ദിവസം, സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത ദിവസം പ്രത്യക്ഷപ്പെട്ട ദൂതന്മാരും പറഞ്ഞത് തന്നെയാണല്ലോ. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്തിന്? നിങ്ങളെ വിട്ടു പിരിഞ്ഞവനായി യേശു എങ്ങനെ പോകുന്നവനായി നിങ്ങൾ കണ്ടോ, അതുപോലെ തന്നെ അവൻ മടങ്ങി വരും. ഈ ദിവസങ്ങളിലൊന്നിൽ ആ വാഗ്ദത്തം നിറവേറപ്പെടും. നമ്മുടെ കർത്താവ് മടങ്ങി വരും. മരിച്ചവരെ അക്ഷയരായി ഉയർക്കും. ജീവനോടെ ശേഷിക്കുന്നവരായി നാം രൂപാന്തരപ്പെട്ട് അവനോടുകൂടെ ചേർക്കപ്പെടും. ആ വലിയ പ്രത്യാശയോടുകൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. ഓരോ ദിവസവും ആ പ്രത്യാശ നമ്മുടെ ഹൃദയത്തിലുണ്ട്. അങ്ങനെ തനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി എത്രയും വേഗം പ്രത്യക്ഷപ്പെടാൻ പോകുന്ന നമ്മുടെ കർത്താവ് മടങ്ങി വരുമ്പോൾ, ആമേൻ, മരിച്ചവരെ അക്ഷയരാക്കുമ്പോൾ, ആമേൻ, ജീവൻ്റെ പുസ്തകത്തിൽ പേരുള്ളവരെല്ലാവരും ഒന്നാം പുനരുത്ഥാനത്തിൻ്റെ ഭാഗവാക്കുകളായിട്ട്, പങ്കാളികളായിട്ട് ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ അന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഗീവർഗീസ് അപ്പച്ചനെ വീണ്ടും നമുക്ക് കാണാം എന്നുള്ള വലിയ പ്രത്യാശ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിലുണ്ട്. ആ പ്രത്യാശയോടുകൂടെ നമുക്ക് ജീവിക്കാം. അപ്പം നിത്യതയ്ക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവരായി തീരുവാൻ അവിടെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും, കാഴ്ചക്കാരായിട്ട് വന്നിരിക്കുന്ന എല്ലാവരെയും, ഈ ലൈവ് സ്ട്രീം കാണുന്ന എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. സകല ബുദ്ധിയും കവിയുന്ന ദൈവത്തിൻ്റെ ദിവ്യ സമാധാനം നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദയങ്ങളെ നിറയ്ക്കുമാറാകട്ടെ.